മോനെവിടെ? അവന്റെ കാര്യം ഞാനാണ് നോക്കേണ്ടത്. ഇനി എത്ര കാലം നോക്കണം? അവനെന്താ ഇപ്പൊ കൊച്ചു കുട്ടിയെ പറ്റുവാണോ? അവന്റെ കല്യാണം കഴിഞ്ഞില്ലേ? എല്ലാം അവൻ നോക്കിക്കോളും, ശരിയായിക്കോളും. നീ ആ ഫയല് ഭദ്രമായിട്ട് എടുത്ത് പോയി. ഓർമ്മ വേണം, എവിടെങ്കിലും കൊണ്ട് വെച്ചിട്ട് മറക്കണ്ട. അമ്മേ, ഏട്ടൻ ഇതുവരെ വന്നില്ല. വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫാ. ഓഫീസ് നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ചെന്ന് ഫോൺ ചെയ്യാൻ ചെല്ല്. ഹലോ, രമേഷ് സാറുണ്ടോ? ഓ, പോയോ? ശരി, താങ്ക് യു. ഒരു ദിവസം അവന് ലേറ്റായി പോയപ്പോ ഈ കുട്ടിയുടെ ഒരു വിഷമം കണ്ടോ? ഭക്ഷണം കഴിക്കുന്നില്ലേ? ഞാൻ ആരോടായി ചോദിക്കുന്നേ? അച്ഛൻ അമ്മ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഓ, അത് ശരി. അത് ഓഫീസിലൊരു ഫയൽ കാണാനില്ല, അതിന്റെ ടെൻഷനാ. നീ പോ. അല്ല, അച്ഛനമ്മയെ വഴക്ക് പറഞ്ഞെന്ന് കേട്ടല്ലോ. പോട്ടടാ, ഓഫീസിൽ എന്തോ ടെൻഷനില്ല അദ്ദേഹം. ഓഫീസിൽ ടെൻഷനാണെങ്കിൽ അമ്മ ഇതിനെ വഴക്ക് പറയുന്നത്. വിടടാ, നിനക്കെന്താ? നീ പോ. നിന്റെ ഭാര്യ നീ ലേറ്റായിന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് നടക്കുക. ഒരു കാര്യം. എന്താ? പോ. ഭാര്യയാകുമ്പോ അങ്ങനെയൊക്കെ കാത്തിരിക്കും. അമ്മ അത് കഴുകി വെക്കും. അച്ഛാ, കഴിഞ്ഞ ദിവസം കൂടെ വീട്ടിൽ വന്നത് എന്തോ പണം മറന്നു വെച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും അല്ല നാത്തൂനെ, ഓഫീസിലെ ഫയൽ എവിടെയോ വെച്ച് മറന്നുപോയി. അതിനദ്ദേഹം മോഷ്ടിച്ചെന്നാ പറഞ്ഞു. ഏട്ടാ, എന്താ യമുന? എനിക്ക് തല ചുറ്റുന്ന പോലെ. തല ചുറ്റുന്നു. ഇരിക്ക, കുറച്ചു നേരം നീ കിടന്നോ. സർ, വരണം. സോറി. അകത്തേക്ക് വാ സാർ. വേണ്ട, എനിക്ക് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഫയലിനെ പറ്റി നിന്നോടെന്തെങ്കിലും? എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല സാർ. അയ്യോ, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നതല്ലേ. അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറഞ്ഞാൽ നാക്ക് പൊഴുത്തു പോകും. പക്ഷേ ചോദിക്കേണ്ടത് എൻ്റെ കടമയല്ലേ. ഏതെങ്കിലും ഒരു ബാഗ് വീട്ടിലേക്ക് കൊണ്ടുവന്നായിരുന്നോ? ബാഗ്? എന്ത് ബാഗാ സാർ? പണം എന്തെങ്കിലും കൊണ്ടുവന്നായിരുന്നോ? അല്ല സാർ, നിങ്ങൾ ആ ഫയൽ വിറ്റ് പണമാക്കിയെന്ന് ചോദിക്കായിരിക്കും അല്ലേ? അല്ല, അങ്ങനെയല്ല ചോദിച്ചതാ. അദ്ദേഹം ഫയൽ കളഞ്ഞതുകൊണ്ട് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ടൊന്നും കിട്ടില്ല. നിന്റെ ജോലി നഷ്ടപ്പെടുത്തേണ്ടി വന്നു എനിക്ക്. എനിക്കറിയാം സാർ. അതൊക്കെ പോട്ടെ മോനെ. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിക്കണം. ശരി സാർ, താങ്ക്സ്. ഞങ്ങൾ അമ്മയെ നോക്കിക്കോണേ. എന്തിനാ എണീറ്റ്? ഞാൻ പ്രഗ്നന്റ് ആയിന്നാ തോന്നുന്നേ. ഇതെന്തായാലും ഭയങ്കര ബാഡ് ഇമേജ് ആയിപ്പോയി കേട്ടോ. ന്യൂസിലൊക്കെ വന്നില്ലേ? അയലോക്കത്തുള്ളവരൊക്കെ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ വീടൊന്ന് മാറി തരികയാണെങ്കിൽ. ഹലോ, ഇങ്ങനെ പെട്ടെന്ന് മാറണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകാനാ? കൃത്യമായിട്ട് വാടക തരുന്നില്ലേ? വേണ്ട മോനെ, ഇനി എനിക്ക് ഈ വീട്ടിൽ ഒരു നിമിഷം കഴിയാൻ പറ്റില്ല. ശരി, എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാം.
എന്തിനാ പുള്ളി ഇങ്ങനെ ചെയ്തത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കൊന്നും അറിയില്ല. മോളെ യമുനെ, അത് ഏട്ടനുള്ളതാ. അതവിടെ വെച്ചിട്ട് പോ. ഞാൻ രമേശിന് വേറെ ഇട്ട് തരാം. നമുക്കൊരു വാടക വീട്ടിലേക്ക് മാറാം. ഇന്ന് തന്നെ പറ്റുമല്ലോ അല്ലേ? അച്ഛനും പോയി, താമസിച്ചിരുന്ന വീടും പോയി, ഉണ്ടായിരുന്ന ജോലിയും പോയി. അവസാനം ഇവിടെ എത്തിപ്പെട്ടു. എന്താ ഇത്ര വൈകിയത്? ഒന്നുമില്ല, നീ വാ. മോനെ, അവള് കഴിച്ചിട്ടില്ലടാ. നിനക്ക് വേണ്ടി കാത്തിരിക്കുക. ചെല്ല്. എന്തിനാ ഇത്രയും നേരം കഴിക്കാതിരുന്നേ? നീ ഗർഭിണിയാണെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മപ്പെടുത്തണോ? ദാ കഴിക്ക. എന്താ യമുന? എങ്ങനെയായാലും എങ്ങനെയാ? ഞങ്ങൾ രണ്ടുപേരും ഏട്ടനെ വിശ്വസിച്ചല്ലേ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കേണ്ടെന്ന് പറഞ്ഞത് കാരണമില്ലാതെ നീ അത് പറയില്ലെന്ന് എനിക്കറിയാം. നമ്മൾ അവിടെ താമസിക്കുമ്പോൾ ആരെങ്കിലും ഏട്ടനെ പറ്റി പറഞ്ഞാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനിഷ്ടം ഉണ്ടായാലോ എന്ത് ചെയ്യുമെന്ന് പേടിച്ചിട്ടാ. എൻ്റെ വീട്ടുകാരൊക്കെ നല്ല ആൾക്കാരാ, എനിക്കവരെ ഇഷ്ടാ. എന്നാൽ അതിനേക്കാൾ എനിക്ക് ഏട്ടനെ ഇഷ്ടാ. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എല്ലാ സ്വന്തക്കാരും വേണം. അതുകൊണ്ടാ. ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ യമുന. അതാ എൻ്റെ വിഷമവും. എൻ്റെ അമ്മയുടെ നെറ്റിയിൽ സിന്ദൂരമില്ല. ഞാനൊരു അച്ഛനാവാൻ പോകുന്നു, എന്നിട്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഗർഭിണിയായ നിനക്ക് കിടന്നുറങ്ങാൻ നല്ല സ്ഥലം പോലുമില്ല. ഏട്ടാ, ഏട്ടൻ ഇങ്ങനെ കരഞ്ഞ ഞാൻ... എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല യമുന. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല.